അകനയതാ കാണുന്ന ചെങ്കൊടികളിൽ ചുറുനിവർന്നുയർന്നു വരും പൊന്നരിവാളും പുതിയ ദീപശോഭ നൽകും രക്തതാരവും മാന്യപ്രേക്ഷകർക്ക് പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ നാട്ടിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി തന്നെ ജനങ്ങളുടെ മുമ്പിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി അഭിമാനത്തോടുകൂടി നമ്മൾ നമ്മുടെ വസ്തുതകൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് കടന്നു വന്നത്. വാസ്തവത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ചെറിയ നിയോജകമണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തെമ്പാടും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുന്നു എന്നാണ് പൊതുവെ നമുക്ക് കിട്ടുന്ന പ്രതികരണം. കഴിഞ്ഞ 10 വർഷക്കാലമായി സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെന്റ് സർവ്വമേഖലയും സ്പർശിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനമായി നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ പ്രതികൂലമായ ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഏറ്റവും പ്രതികൂലമായ സാഹചര്യമെന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്, ഒന്ന്, നമ്മുടെ രാജ്യം സ്വീകരിച്ചു പോകുന്ന സാമ്പത്തിക നയം. രണ്ടാമത് നമ്മൾ നേരിടുന്ന ഒരു വലിയ വിപത്ത് നമ്മുടെ രാജ്യം ഭരിക്കുന്നവർ ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം, ഹിന്ദുത്വ അജണ്ട. ഇത് രണ്ട് കാര്യങ്ങളും വളരെ ഗഹനമായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണം നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതോടൊപ്പം തന്നെ സേവന മേഖലയിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷക്കാലം ഭരണം നിർവഹിച്ചു വരുന്നത്. ഈ സേവന മേഖലയിലും ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം ഗവൺമെന്റ് ഏറ്റെടുത്ത് നടപ്പാക്കാൻ പാടില്ല എന്ന നയം നടപ്പാക്കിയ രാജ്യത്താണ് അതിന് വിരുദ്ധമായി ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഇതിന് മുൻതൂക്കം നൽകിക്കൊണ്ട് സേവന മേഖലയിലും ക്ഷേമ പ്രവർത്തനങ്ങളുടെ രംഗത്തും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്താണ് സേവന മേഖലയിൽ ചോദിച്ചാൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും അനിവാര്യമായ പാർപ്പിടം, ശുദ്ധജലം, ഇതെല്ലാം സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കാതെ ഗവൺമെന്റ് തന്നെ അത് ഏറ്റെടുത്ത് ഈ രാജ്യത്തെ ജനങ്ങൾ, പാവപ്പെട്ട ജനങ്ങൾക്കും പ്രയോജനം ചെയ്യുന്ന രീതിയിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ചുറ്റും നോക്കിയാൽ കാണാൻ സാധിക്കും. അതൊന്നും സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്തിട്ടില്ല. സ്വകാര്യ മേഖലയ്ക്ക് കൈമാറണം എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ നയം. ആ നയം ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആ നയമാണ് വെപ്പിച്ച വീര്യത്തോടുകൂടി ഇന്ന് മോദി സർക്കാർ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുന്നത്. അതിന് വിരുദ്ധമായി അതിനെ തള്ളിക്കൊണ്ട് ഒരു ബദൽ നയം നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുന്ന ഗവൺമെന്റാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. അതിൻ്റെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ചുറ്റും നോക്കിയാൽ കാണാം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യ മേഖലയിൽ കാണാം, വിദ്യാഭ്യാസ മേഖലയിൽ കാണാം, അതെല്ലാ മേഖലയിലും നമുക്കത് ദൃശ്യമാണ്. അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തന രംഗത്ത് സ്വീകരിച്ചു പോകുന്നതിനുള്ള സമീപനങ്ങൾ ഇവിടെ വിശദമായി പ്രതിപാദിച്ചു. ഇപ്പോൾ ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏതാണ്ട് 10,000 കോടി രൂപയുടെ ബാധ്യത ഗവൺമെന്റ് ഉണ്ടാകുന്ന രീതിയിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളാണ് നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു ഗവൺമെന്റ് ഇന്ന് കേരളം ഭരിക്കുന്നു.
ഇതേ നയം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇന്ന് കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്നതും അത് നടപ്പാക്കി വരുന്നത്. ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ, അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലൊക്കെ നിരവധി വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തും അതോടൊപ്പം നമ്മുടെ ജില്ലയിലും നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു വികസന രേഖ നമ്മൾ തയ്യാറാക്കി അത് പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിന്ന് ഏറ്റെടുത്ത വികസന പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു ജാഥ 3 ദിവസമായി ഞങ്ങൾ നടത്തി വരുന്നത്. അതിൻ്റെ സമാപനമാണ് ഇവിടെ നമ്മൾ ഇവിടെ ഇന്ന് നമ്മൾ ഈ യോഗം കൂടി ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പിൽ പറയാനായി തീരുമാനിച്ചത്. തീർച്ചയായും ജനങ്ങൾ ഈ കഴിഞ്ഞ 3 ദിവസം നടത്തിയ ഈ വികസന യാത്രയിൽ വികസന പ്രവർത്തനങ്ങളെ ജനസംരക്ഷണം അവതരിപ്പിച്ചുകൊണ്ട് നടത്തിയ ഈ ജാഥ 2 കൈയും നീട്ടി ഏറ്റുവാങ്ങി അവർ പങ്കെടുത്ത ഒരുപാട് ജനങ്ങൾ ഈ ജാഥയെ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും അവർ നമ്മളെ നടത്തിയ കാര്യങ്ങൾ അവിടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ സ്വീകാര്യതയാണ് ഈ ജാഥയ്ക്ക് ലഭ്യമായിട്ടുള്ളത്. പ്രത്യേകിച്ചും നമ്മുടെ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വം കൊടുക്കുന്ന ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ജനപ്രതിനിധികളായിട്ടുള്ള ഗ്രാമപഞ്ചായത്തായി പുറമെ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും MLAയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉദാരമായ ഒരുപാട് സഹായങ്ങൾ, ഒരുപാട് പദ്ധതികൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കിയിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് അനുഭവവേദ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഇനി വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഒരു പഞ്ചായത്ത് തന്നെ ഇവിടെ വരണം എന്ന് വരാൻ പോകുന്ന ഗവൺമെൻറ്റും ഇടതുപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് കേരളം ഭരിക്കണം. അത് ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്കും ഈ രാജ്യം ഒരു വർഗീയതയ്ക്കും അതീതമായി നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള ഒരു സംവിധാനം രാജ്യത്ത് നിലനിർത്തുന്നതിന് വേണ്ടി തീർച്ചയായും ഒരു ഇടതുപക്ഷ ചായവുള്ള ഗവൺമെൻറ് തന്നെ കേരളത്തിൽ വരണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഈ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.